This is me, Jihin. This is our physics in second class. In the we discuss the topic in the generators. Ready? Okay. Previous class we are just discussing the concept of electromagnetic induction or Vaidhudha Kandhika Prerana. Now detail ഒരു bar magnetic solenoid ചേർന്നുള്ള എക്സ്പെരിമെന്റ് വെച്ചിട്ട് bar magnetic solenoid എന്നുള്ള എക്സ്പെരിമെന്റിലൂടെ നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ വൈദ്യുതി പ്രേരിതമാക്കാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വ്യാവസായികമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു രീതിയിൽ ആ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജനറേറ്റേഴ്സ്. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് ജനറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ടൈപ്പ് കറന്റ് ഉണ്ട്. ഡയറക്ഷൻ മാറുന്ന കറന്റ് ഉണ്ട്, ഡയറക്ഷൻ മാറ്റമില്ലാത്ത കറന്റ് ഉണ്ട്. AC കറന്റും DC കറന്റും. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ രണ്ട് ടൈപ്പ് ജനറേറ്റേഴ്സ് ഉണ്ട്. AC ജനറേറ്ററും ഉണ്ട്, DC ജനറേറ്റേഴ്സും ഉണ്ട്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം AC ജനറേറ്റർ. AC ജനറേറ്റർ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ആൾട്ടർനേറ്റിംഗ് കറന്റ്, ഇൻഡ്യൂസ്ഡ് കറന്റിൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ AC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് കാണിക്കുന്ന മാഗ്നറ്റ് ആണ്. ഇവയാണ് നമ്മുടെ സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്നും നൽകാം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്. ആർമേച്ചർ പേര് സൂചിപ്പിക്കുന്ന പോലെ അത്ര ഭീകരമൊന്നുമല്ല. ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് അയൺ കോർ ആണ്. സോഫ്റ്റ് അയൺ കോറിന് ചുറ്റുമായിട്ട് നമ്മളൊരു ചാലക കമ്പി, കവചിത ചാലക കമ്പി, ഇൻസുലേറ്റഡ് കണ്ടക്ടിംഗ് വയർ ചുറ്റിയെടുത്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആർമേച്ചർ എന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. നോർത്തും സൗത്തും ഉള്ള മാഗ്നറ്റുകൾക്ക് ഇടയിലായിട്ട് ഞാൻ ഈ ആർമേച്ചറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർമേച്ചറിന് ഞാൻ 2 നമ്പർ കൊടുക്കും. റെഡി? ഇനി മൂന്നാമതായിട്ട് ഈ ആർമേച്ചറിന്റെ രണ്ട് എൻഡുകളും ചെന്ന് മുട്ടുന്നത് ഈ രണ്ട് റിങ്ങുകളിലാണ്. സ്ലിപ്പ് റിങ്ങുകൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ രണ്ട് റിങ്ങുകളിലാണ് ആർമേച്ചറിന്റെ രണ്ട് എൻഡുകളും പോയി മുട്ടി നിൽക്കുന്നത്. മുട്ടി നിൽക്കുന്നതിന് ഉപരിയായിട്ട് ഈ രണ്ട് വളയങ്ങളും രണ്ട് സർക്കിളുകളും ഈ ആർമേച്ചറിന്റെ എൻഡ് പോയിന്റുകളുമായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർമേച്ചർ എങ്ങനെ തിരിയുന്നോ അതിനനുസരിച്ചിട്ട് ആര് തിരിയും? ഈ സർക്കിളുകളും അല്ലെങ്കിൽ സ്ലിപ്പ് റിങ്ങുകളും തിരിയാൻ ആരംഭിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ 3 നമ്പർ ചെയ്യാം. അടുത്തതായിട്ട് സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ബ്രഷുകൾ വഴിയാണ് ഔട്ടർ സർക്യൂട്ടിലേക്ക് വൈദ്യുതി ഒഴുകുന്നത്, അല്ലെങ്കിൽ ഔട്ടർ സർക്യൂട്ടുമായിട്ട് നമ്മുടെ മെയിൻ സർക്യൂട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രഷസ് വഴിയാണ്. ഇത്രയുമാണ് AC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2017 ആനുവൽ എക്സാമിന് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. AC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഫീൽഡ് കാന്തം തന്നിരുന്നു, ആർമേച്ചർ തന്നിരുന്നു, സ്ലിപ്പ് റിംഗ് തന്നിരുന്നു. AC ജനറേറ്ററിന്റെ ഭാഗമല്ലാത്ത ഒരു പേരും തന്നിരുന്നു. അപ്പൊ നമുക്ക് ഈ 3 പേരും നമുക്കറിയാം AC ജനറേറ്ററിന്റെ ഭാഗമാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് നാലാമത്തെ ഓപ്ഷൻ എടുത്തെഴുതാനും കഴിയും. ഓക്കെ, ഇത്രയുമാണ് AC ജനറേറ്ററിന്റെ
പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് തന്നെ നമ്മൾ ആദ്യം ചെയ്തൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു അല്ലെ, ബാർ മാഗ്നറ്റും സോളിനോയിഡ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന ഫിനോമിനയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അതേ വർക്കിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഈ കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണോ ആ എക്സ്പെരിമെന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് നമ്മളൊന്ന് പഠിക്കുകയാണ്. അപ്പം എന്നോട് കൂടെ പോകുന്നോളൂ, നമുക്ക് എന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. റെഡി? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്. ഒരു സോളിനോയിഡിനുള്ളിലേക്കായിട്ട് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ AB എന്ന് പറയുന്ന ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിന് ഉള്ളിലേക്കായിട്ട് ഞാൻ ഈ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം വരികയും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാലകം വഴി കട്ട് ചെയ്യപ്പെടുകയും അതുവഴി ഈ ചാലകത്തിൽ ഒരു ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഇലക്ട്രിസിറ്റിയെ നമ്മൾ പ്രേരിത വൈദ്യുതി എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയായിരുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യമുണ്ടായിരുന്നു, ഒരു ചാലകം ആവശ്യമുണ്ടായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും റിലേറ്റീവ് മോഷൻ വേണം, കൂടാതെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചിരുന്നു? ഇൻഡ്യൂസ്ഡ് കറന്റ് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതി നമുക്ക് ലഭിക്കും. ഓക്കെ, അതേ സിസ്റ്റം തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് തരാൻ വേണ്ടിയിട്ട് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് തരുന്നത് ഈ രണ്ട് മാഗ്നറ്റ്സ് അല്ലേ. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് ഓക്കെ. ഇനി ചാലകം ഇവിടെ സോളിനോഡ് ആയിരുന്നു. നമ്മൾ AC ജനറേറ്ററിൽ നിങ്ങൾ നോക്കിക്കേ, ABCD എന്ന് പറയുന്ന ഈ സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് കോർ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അവിടെ ഒരു ചാലകമായിട്ട് വർക്ക് ചെയ്യുന്നു. റെഡി? ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെ ഇത് രണ്ടും മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ മാത്രം? ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന് ഉള്ളിലേക്കും പുറത്തേക്കുമായി നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് ലഭിച്ചു. അപ്പൊ ഇതിന് ഏതിനെങ്കിലും, ഒന്നുകിൽ ബാർ മാഗ്നറ്റിന് അല്ലെങ്കിൽ സോളിനോയിഡിന്, ഒന്നിനെങ്കിലും റിലേറ്റീവ് മോഷൻ വേണം. ഞാനിവിടെ റിലേറ്റീവ് മോഷൻ കൊടുക്കുകയാണ്. റിലേറ്റീവ് മോഷൻ കൊടുക്കുന്നത് മാഗ്നറ്റിനല്ല, ഇവിടെ നമ്മൾ ചെയ്തതുപോലെ മാഗ്നറ്റിനല്ല, അതിനു പകരമായിട്ട് കണ്ടക്ടറിനാണ് അല്ലെങ്കിൽ ആർമേച്ചറിനാണ്. ഓക്കെ, ആർമേച്ചർ ഞാൻ മെക്കാനിക്കലി അല്ലെങ്കിൽ മാനുവൽ ആയിട്ടോ ഞാൻ ഇവിടെ ഒരു നോബ് വെച്ചുകൊണ്ട് ഈ ABCD എന്ന് പറയുന്ന ചാലകം ഞാൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കറിയാലോ, ഇവിടുന്ന് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട് നോർത്ത് സൗത്തിലേക്ക്. ആ നോർത്ത് സൗത്തിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്ന പാതയിലാണ് എന്റെ ആരുള്ളത്? എന്റെ ABCD എന്ന് പറയുന്ന കണ്ടക്ടർ ഉള്ളത്. സോ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് മാറ്റങ്ങൾ സൃഷ്ടിക്കും. ആ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ചാലകത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറയുന്നത്. ആ ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് ഇവിടെ ലഭിക്കും. ആ ഇൻഡ്യൂസ്ഡ് കറന്റ് വഴി നമുക്ക് ഇവിടെ ബൾബ് കത്തിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ നമുക്ക് സോളിനോയിഡ് ഉണ്ട്, ഇവിടെ നമുക്ക് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു ആർമേച്ചർ ഉണ്ട്. ഇവിടെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് മാഗ്നറ്റ് ആണ്, ഇവിടെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് എന്തിനെയാണ്? ആർമേച്ചറിനെ മൂവ് ചെയ്യുന്നത്. ആർമേച്ചറിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചാലകത്തിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ കറണ്ട് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. ആ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? ബൾബ് കത്തിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ഇത്രയുമാണ് എന്റെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം എന്റെ ഈ ആർമേച്ചർ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ AB എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി റൊട്ടേറ്റ് ചെയ്തു.
അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ഈ പോയിന്റിലേക്ക് തന്നെ എത്തുന്ന സമയം നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന് ഒരു ഗ്രാഫ് ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഒന്ന് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ആ ഗ്രാഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. എ സി ജനറേറ്ററിന്റെ ആർമേച്ചറിലെ കംപ്ലീറ്റ് റൊട്ടേഷന്റെ അതുമല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ആർമേച്ചറിന്റെ സൈഡിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അത് അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിൽ എത്തുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 ആണ്. അതായത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ നമ്മൾ ഈ വാല്യൂ ആണ് നമുക്ക് ഇഎംഎഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇഎംഎഫ് എത്രയാണ്? 0 ആണ് അല്ലെ? അത് കഴിഞ്ഞ് ഈ എ ബി ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരു മാക്സിമം ഇഎംഎഫ് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, 180 ഡിഗ്രി എത്തി. ആ സമയത്ത് എന്റെ ഇഎംഎഫ് എന്ത് സംഭവിച്ചു? കുറഞ്ഞു, 0 തന്നെ. ഓക്കെ, വീണ്ടും ഞാൻ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, 270 ആയി മാറി. ആ സമയത്ത് എനിക്ക് ഇഎംഎഫ് എത്രയാണ് ലഭിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിൽ എനിക്ക് മാക്സിമം ഇഎംഎഫ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്? നെഗറ്റീവ് ലൈനിലേക്ക് മാറി. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ആ സമയത്ത് 360 ഡിഗ്രി ആവുന്ന സമയത്ത് മീൻസ് അതേ പൊസിഷനിലേക്ക് എത്തുന്ന കംപ്ലീറ്റ് റൊട്ടേഷനിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും നമുക്ക് ലഭിക്കുന്ന ഇഎംഎഫ് 0 ആയി മാറും. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു, എങ്ങനെയായിരിക്കും ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം? നമുക്കറിയാം ഇഎംഎഫ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റങ്ങൾ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇഎംഎഫ് മാക്സിമം ലഭിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന് ഏറ്റവും കൂടുതലായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണോ ആ സമയം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഎംഎഫ് ലഭിക്കുന്നു. എപ്പോഴാണോ മാഗ്നറ്റിക് ഫ്ലക്സ് മാറാതിരിക്കുന്നത്, മാറ്റങ്ങൾ കുറയുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു? ഇഎംഎഫിന്റെ അളവ് വളരെ കുറവാണ് ലഭിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ട് ഞാനൊരു പേപ്പർ പീസ് എടുക്കുന്നുണ്ട്. പേപ്പർ പീസ് ഞാൻ ഓൾമോസ്റ്റ് ഒരു ആർമേച്ചറിന്റെ ഷേപ്പിലായിട്ട് ഞാൻ ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ രണ്ട് ഭാഗങ്ങളിലും നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്. എന്റെ മുന്നിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ എന്റെ കയ്യിലുള്ള ആർമേച്ചർ, ഓക്കെ, ആർമേച്ചർ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ആർമേച്ചർ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എ ബി എന്ന് പറയുന്ന സൈഡാണ്. ഞാൻ എന്റെ അടിഭാഗമാണ് എ ബി എന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഈ ഭാഗമാണ് എ ബി, അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പ് സൈഡ് സി ഡി ആയിരിക്കും. റെഡി? ഞാൻ എ ബി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് മാഗ്നറ്റ്സിന്റെ ഇടയിൽ, അതായത് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. ഇവിടുന്ന് മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഈ രണ്ട് മാഗ്നറ്റിക് ലൈൻസിന്റെ ഇടയിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഈ ആർമേച്ചർ വെക്കുന്നു. ഓക്കെ, ആർമേച്ചർ വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കിവിടെ 0 ഡിഗ്രി ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ മൂവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 0 ഡിഗ്രിയാണ്. എന്റെ രണ്ട് മാഗ്നറ്റുമായിട്ട് ഈ ആർമേച്ചർ നിൽക്കുന്നത് 0 ഡിഗ്രിയിലാണ്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ പാസ് ചെയ്തു പോകും? ഈ ഗ്യാപ്പിന് ഉള്ളിലൂടെ, അതായത് ആർമേച്ചറിന്റെ ഈ ഗ്യാപ്പിന് ഉള്ളിലൂടെയായിട്ട് പാസ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ സമയത്ത് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാവുന്നുണ്ടോ? മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഇതിവിടെ കട്ട് ചെയ്യപ്പെടുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇത് ഞാൻ 90 ഡിഗ്രിയിലേക്ക് തിരിക്കുകയാണ്. അതായത് എ ബി ഞാൻ ഇവിടെ ഒരു നീഡിൽ വെച്ചിട്ട് 90 ഡിഗ്രിയിലേക്ക് തിരിച്ചു. 90 ഡിഗ്രിയിലേക്ക് തിരിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? 90 ഡിഗ്രിയിലേക്ക് തിരിയാണ്, മുകളിലേക്ക് ചലിക്കുന്നുണ്ട്. 90 ഡിഗ്രിയിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഭാഗം മൊത്തമായിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് നേരെയാണ് നിൽക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ലൈൻസ് കട്ട് ചെയ്യപ്പെടും. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് മാറ്റങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഔട്ടറിൽ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഇനി ഞാൻ വീണ്ടും ഒരു 90 ഡിഗ്രിയാണ് തിരിക്കുന്നതെങ്കിലോ, വീണ്ടും ഞാൻ 90 ഡിഗ്രി തിരിക്കുന്നു. ആ സമയത്ത് 91ാമത്തെ ഡിഗ്രി മുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്
കട്ട് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ മാറ്റം വരുന്നതിന്റെ അളവ് കുറഞ്ഞു വരും. അത് 180 ഡിഗ്രി ആവുന്ന സമയത്തേക്ക്, അതായത് എ ബി ഇപ്പൊ ടോപ്പ് സൈഡിൽ വന്നു, ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. 180 ഡിഗ്രി ആവുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? വീണ്ടും ഇത് ഗ്യാപ്പ് ഉള്ളിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. ഇവിടെ ഫ്ലക്സ് ലൈൻസ് കട്ടാവുന്നുണ്ടോ? വളരെ ചെറുതാണ്, പക്ഷെ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഫ്ലക്സ് ലൈൻസ് കട്ടാവുന്നില്ല. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്ക് ഇവിടെ സീറോയിലെത്തി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇതിനുള്ളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തില്ല? ഇൻഡ്യൂസ്ഡ് കറന്റ്, ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടുത്തെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി വീണ്ടും ഞാൻ ഇതിന് 90 ഡിഗ്രി തിരിക്കാണ്. 90 ഡിഗ്രി തിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ എ ബി എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. ആ 90 ഡിഗ്രി ഞാൻ തിരിക്കുന്ന സമയത്ത് 90 ഡിഗ്രി തിരിക്കുന്ന സമയത്ത് ഇവിടെ മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇവിടെ കട്ടാവുന്നുണ്ട്. വീണ്ടും എനിക്ക് എന്ത് കിട്ടി? മാക്സിമം ഇഎംഎഫ് കിട്ടി. ഓക്കെ, മാക്സിമം ഇഎംഎഫ് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്നത് ഇത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമുക്ക് നോക്കാം, നമുക്ക് പറയാം. ഇപ്പൊ ഇത്രയാണുള്ളത്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് മാക്സിമം ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. 270 ഡിഗ്രി തിരിയുന്ന സമയത്ത് നമ്മുടെ എ ബി എന്ന് പറയുന്ന സൈഡ് ഈ സൈഡാണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. എ ബി ഈ സൈഡാണ്. ഞാൻ വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് മാഗ്നറ്റിന് ഇടയിലായിട്ട് എ ബി താഴെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഉള്ളിലൂടെ ആയിട്ട് എന്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ലഭിക്കുന്നതും ഇപ്പൊ എത്രയായിരിക്കും? 0 ഇഎംഎഫ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ വാല്യൂ മിനിമമായി, മാക്സിമമായി, വീണ്ടും മിനിമമായി, വീണ്ടും മാക്സിമമായി, വീണ്ടും മിനിമം ആവുന്നത്. ക്ലിയർ? ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇവിടെ ഹാഫ് റൊട്ടേഷൻ വരെ 0 to 180 ഡിഗ്രി വരെ ഞാൻ പോസിറ്റീവ് ഡയറക്ഷനിലാണ് കറണ്ട് മാർക്ക് ചെയ്തത്. ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു? നെഗറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്തു. എന്തിനാണ് അത് അങ്ങനെ ചെയ്തത്? ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡി? കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു. എന്തായിരുന്നു റൈറ്റ് ഹാൻഡ് റൂളിൽ പറഞ്ഞിരുന്നത്? നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മൾ 4 ഫിംഗർ പിടിക്കുന്നുണ്ട്. കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ബേസിൽ നമ്മൾ തമ്പ് പിടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മിഡിൽ ഫിംഗർ നമുക്ക് നൽകുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്, അല്ലെ? മിഡിൽ ഫിംഗർ നമുക്ക് നൽകുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. എങ്ങനെയാണ് ഹാഫ് റൊട്ടേഷൻ കഴിയുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ 0 to 180 ഡിഗ്രി വരെ, അതായത് ഹാഫ് റൊട്ടേഷൻ വരെ എ ബി എന്ത് സംഭവിക്കുന്നുണ്ട്? ഹാഫ് റൊട്ടേഷൻ വരെ എ ബിയുടെ മൂവ്മെന്റിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ നോർത്ത് സൈഡ് ഇവിടെയാണ്, സൗത്ത് സൈഡ് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും ആയിരിക്കും. എ ബി എങ്ങോട്ടാണ് മൂവ് ചെയ്തിരുന്നത്? മുകളിലേക്കാണ് മൂവ് ചെയ്തിരുന്നത്. ചാലകത്തിന്റെ മൂവ്മെന്റ്, കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരുന്നു? മുകളിലേക്കായിരുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എന്റെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. ദാറ്റ് മീൻസ് എന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ്, അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ 0 to 180 ഡിഗ്രി വരെ മാഗ്നറ്റിക് ഫീൽഡിന് തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. നോർത്ത് സൗത്തിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് മാത്രം എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ഏതുവരെ? 0 to 180 ഡിഗ്രി വരെ അല്ലെങ്കിൽ ഹാഫ് റൊട്ടേഷൻ വരെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. എന്റെ ഇൻഡ്യൂസ്ഡ് കറന്റ് എങ്ങോട്ടായിരിക്കും? എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിലായിരിക്കും. 181ാമത്തെ ഡിഗ്രി മുതൽ എന്റെ കണ്ടക്ടർ, എന്റെ ചാലകം താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന 180 ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് തന്നെയാണ്. പക്ഷെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. നമുക്കൊന്ന് വെച്ച് നോക്കാം. നോർത്ത് ടു സൗത്തിലാണ് എന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്റെ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? താഴേക്കാണ് ആരംഭിക്കുന്നത്. ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു, എ ബി താഴേക്ക് പോരുക, അല്ലെ? ആ സമയത്ത് എന്റെ മാഗ്നറ്റിക് ഫീൽഡും പറഞ്ഞു, ഞാൻ കണ്ടക്ടറും പറഞ്ഞു. എന്റെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എന്റെ ഈ ഡയറക്ഷൻ അല്ലേ? മിഡിൽ ഫിംഗർ അല്ലേ? എന്റെ ഉള്ളിലേക്കായിരിക്കും. ദാറ്റ് മീൻസ് ആദ്യം 0 to 180 ഡിഗ്രി വരെ എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 180 ഡിഗ്രി കഴിഞ്ഞ് 360 ഡിഗ്രി വരെ എന്റെ ഉള്ളിലേക്ക് കറണ്ട് വരുന്ന ഡയറക്ഷനിലായിരിക്കും.
അപ്പൊ എങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചാലകത്തിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 0 to 180 ഡിഗ്രി വരെ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. 180 to 360 ഡിഗ്രി വരെ നെക്സ്റ്റ് ഡയറക്ഷൻ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലസ് ആയിട്ടും ഇവിടെ നെഗറ്റീവ് ആയിട്ടും, അതായത് മൈനസ് ആയിട്ടും ഞാൻ മാർക്ക് ചെയ്തത്. റെഡി? ഇങ്ങനെയാണ് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എ സി ജനറേറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് നമുക്ക് എ സി ജനറേറ്ററുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റെഡി? അതിൽ ഒന്ന് എന്ന് പറയുന്നത് സൈക്കിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പീരീഡ് അഥവാ ടൈം പീരീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, തേർഡ് വൺ ഫ്രീക്വൻസി. റെഡി? ഈ 3 കീ വേർഡുകളാണ് നമുക്ക് എ സി ജനറേറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് സൈക്കിൾസ്. എന്താണ് ഞാനൊരു സൈക്കിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എ ബി എന്ന് പറയുന്ന സൈഡ്, എ ബി എന്ന് പറയുന്ന ആർമേച്ചറിന്റെ ഒരു സൈഡ് ഞാൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഗ്രാഫ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് ആർമേച്ചർ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഗ്രാഫിനെയാണ് നമ്മൾ സൈക്കിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹാഫും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഹാഫും. റെഡി? ഇനി സെക്കൻഡ് വൺ ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്കത് 4 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ അത് 2 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ അത് 1 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് ഡിനോട്ട് ചെയ്യുന്നത് ടി എന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ? ടി എന്ന ലെറ്റർ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്. നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഗറിൽ ഇവിടെ വരെയാണുള്ളത്. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഇത് T/2 ആയിരിക്കും, ഇത് 3/4 T ആയിരിക്കും, ഇത് 1/4 T ആയിരിക്കും. ക്ലിയർ? ഇനി തേർഡ് വൺ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഉണ്ടാവുന്നു, എത്ര സൈക്കിളുകൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ടൈം ഓർ സെക്കൻഡ്. ഓക്കെ? നമ്പർ ഓഫ് സൈക്കിൾ നമ്മൾ n എന്ന് നൽകാം, ടൈമിന് നമുക്ക് t എന്ന് കൊടുക്കാം. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. നമ്മുടെ രാജ്യത്ത് എ സി കറന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 15 ഹെർട്സിലാണ്. എന്താണ് ഞാൻ ആ 15 ഹെർട്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 15 ഹെർട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഫ്രീക്വൻസി 15 ഹെർട്സ് ആണ്. അതായത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ ടൈം 15 ഹെർട്സ് ആണ്. അതുമല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. റെഡി? 50 ഹെർട്സ് ആണ്. ഓക്കെ? ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ജനറേറ്റർ നോക്കാം, DC ജനറേറ്റർ. ഞാൻ എന്താണോ നിങ്ങൾക്ക് എ സി ജനറേറ്റർ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് DC ജനറേറ്ററിലും പറയാനുള്ളത്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് വ്യത്യാസമുള്ളത്. ഓക്കെ? ഇതിൽ വ്യത്യാസം വരുന്ന കാര്യങ്ങൾ എന്നത് നമുക്ക് എ സി ജനറേറ്ററിൽ രണ്ട് ആർമേച്ചറിന്റെ രണ്ട് എൻഡിലും വന്ന് നിൽക്കുന്നത് സ്ലിപ്പ് റിങ്ങുകളായിട്ടായിരുന്നു, പൂർണ്ണ വളയങ്ങളുമായിട്ടായിരുന്നു ഈ ജനറേറ്ററിന്റെ ആർമേച്ചർ കണക്ട് ചെയ്തിരുന്നത്. പക്ഷെ DC ജനറേറ്റർ ആവുമ്പോഴേക്കും
നമ്മൾ ഈ രണ്ട് പോയിന്റുകളും ആർമേച്ചറിന്റെ രണ്ട് എൻഡ് പോയിന്റുകളും നമ്മൾ കണക്ട് ചെയ്യുന്നത് രണ്ട് അർദ്ധവളയങ്ങളാണ്, സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഓക്കെ, സ്പ്ലിറ്റ് റിങ്ങുകളുമായിട്ടാണ് ആ രണ്ട് പോയിന്റുകളും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ സ്പ്ലിറ്റ് റിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാഫിൽ നമുക്ക് ലഭിക്കുന്നത് AC കറന്റിന്റെ AC ജനറേറ്ററിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. പക്ഷെ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരമായിട്ട് സ്പ്ലിറ്റ് റിങ്ങുകൾ വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 180 ഡിഗ്രി വരെ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. AC ജനറേറ്റർ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ലഭിക്കും. പക്ഷേ 180 ഡിഗ്രി ടു 360 ഡിഗ്രിയിലേക്ക് 180 ഡിഗ്രിന്ന് 360 ഡിഗ്രിയിലേക്ക് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഡയറക്ഷൻ എന്താവുന്നുണ്ട്? എവിടെയാണോ ആദ്യം ഉണ്ടായിരുന്ന ഡയറക്ഷൻ അതേ ഡയറക്ഷനിലേക്ക് തന്നെ സ്പ്ലിറ്റ് റിങ്ങുകളുടെ സഹായത്തിൽ നമ്മുടെ DC ജനറേറ്ററിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് ലഭിക്കുന്നു. ഒന്നുകൂടി നമുക്ക് പറയാം, AC ജനറേറ്ററിൽ നമ്മൾ സ്ലിപ്പ് റിങ്ങുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 0 to 180 ഡിഗ്രി വരെ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലും 180 to 360 ഡിഗ്രി വരെ നമുക്ക് നെഗറ്റീവ് ഡയറക്ഷനുമാണ് ഇൻഡ്യൂസ്ഡ് കറന്റ് ലഭിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായി DC ജനറേറ്ററിൽ 0 to 180 ഡിഗ്രി വരെ എങ്ങനെയാണോ AC ജനറേറ്ററിൽ ഉള്ളത് അതേപോലെയാണ് നമുക്ക് DC ജനറേറ്ററിൽ ലഭിക്കുന്നത്. പക്ഷെ 180 ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എന്താവുന്നുണ്ട്? നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുന്നതിന് പകരമായിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ ഇൻഡ്യൂസ്ഡ് കറന്റ് നൽകാൻ സഹായിക്കുന്നത് നമ്മളെ ഈ സ്പ്ലിറ്റ് റിങ്ങുകളാണ്, അർദ്ധവളയങ്ങളാണ്. DC ജനറേറ്ററിൽ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഈ സ്പ്ലിറ്റ് റിംഗ് കാരണമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ രണ്ട് ഡയറക്ഷനിലുള്ള കറന്റിന് പകരമായിട്ട് ഒരേ ഡയറക്ഷനിലുള്ള കറന്റ് അഥവാ DC കറന്റ് ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന കറന്റ്, അങ്ങനെ ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് പേര് കൊടുക്കുന്നു DC ജനറേറ്റർ എന്ന് പറയും. ഇനി DC ജനറേറ്ററും AC ജനറേറ്ററിന്റെ സാധാ ബാറ്ററിയുടെ ഔട്ട്പുട്ട് ഗ്രാഫുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസൺ കൂടി നമുക്കൊന്ന് ഈ ഏരിയയിൽ നിന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കമ്പാരിസന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രാഫിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഗ്രാഫ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാഫാണ്. 3 ഗ്രാഫുകൾ മാത്രമാണ്, നമുക്ക് അറിയാവുന്ന ഗ്രാഫുകളാണ്. അതിൽ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് AC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഗ്രാഫ് എങ്ങനെയാണ് ഞാനത് AC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നത്? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഡയറക്ഷൻ എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. ഇനി കിട്ടുന്ന EMFന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് DC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഡയറക്ഷൻ എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ബാറ്ററി സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? മാഗ്നിറ്റ്യൂഡ്, EMFന്റെ മാഗ്നിറ്റ്യൂഡിന് എന്ത് സംഭവിക്കുന്നില്ല? മാറ്റങ്ങൾ വരുന്നില്ല. സെയിം EMF തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ പറയാം, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡയറക്ഷന് മാറ്റം വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഇവിടെ EMFനും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, EMFനും ഇവിടെ മാറ്റം വരുന്നുണ്ട്. EMF കൂടി വരുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. EMF ഇനിയും കൂടി വരുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡയറക്ഷന് മാറ്റമൊന്നുമില്ല, പക്ഷെ EMF എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇവിടെ അതുപോലെ ഡയറക്ഷന് മാറ്റമില്ല, EMFനും മാറ്റമില്ല. ഈ 3 പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചത് കൊണ്ട് നമ്മളൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ? നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളായിരുന്നു. AC ജനറേറ്റർ പറഞ്ഞു, DC ജനറേറ്റർ പറഞ്ഞു. AC ജനറേറ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 4 ഭാഗങ്ങളായിരുന്നു.
ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിംഗ്, ബ്രഷ്. ഓക്കെ, അതുപോലെ DC ജനറേറ്ററിലാണെങ്കിൽ ഒരു ഭാഗത്തിന് മാത്രം മാറ്റമേ ഉള്ളൂ. സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരമായിട്ട് സ്പ്ലിറ്റ് റിങ്ങുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ വർക്കിംഗ് AC ജനറേറ്ററിന്റെ ആയാലും DC ജനറേറ്ററിന്റെ ആയാലും വർക്കിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, വൈദ്യുത കാന്തിക പ്രേരണമാണ്. വേറെ ഒന്നുമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ച എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. വേറെ ഒന്നും തന്നെ അതിൽ പഠിക്കാനില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാവുന്നേ ഉള്ളൂ. പുതിയ ഒരു കാര്യമായിട്ട് ഇത് പഠിക്കുക ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജനറേറ്റേഴ്സിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിവൈസ് പഠിച്ചിട്ടുണ്ട്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലേക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ നിന്ന് നമ്മളെ സൗണ്ട് സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മളെ സൗണ്ട് സിഗ്നലുകൾ, നമ്മളെ ശബ്ദ തരംഗങ്ങൾ, നമ്മളെ ശബ്ദ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുന്നത് എന്നതാണ് നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നും തന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യമായിട്ട് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് വരയ്ക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സി ഷേപ്പ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ലൈൻ ഉണ്ട്. അതിന് മുന്നിലായിട്ട് നമ്മൾ ഒരു ഡയഫ്രം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡയഫ്രം വെച്ചിട്ടുണ്ട്. ഡയഫ്രം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു നേർത്ത പാളിയാണ്. നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിരിക്കുന്ന ഒരു നേർത്ത പാളി മാത്രമാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രത്തിന് ഉള്ളിലായിട്ട് നമ്മൾ ഇവിടെയായിട്ട് ഒരു മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒരു നോർത്തും സൗത്തുമുള്ള ഒരു മാഗ്നറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നോർത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, സൗത്ത് കാണാൻ കഴിയും. ഓക്കെ, അതിന് മുകളിലായിട്ട് നമ്മൾ നീല നിറത്തിൽ നിങ്ങൾക്ക് ഒരു വോയിസ് കോയിൽ കാണാൻ കഴിയും. അതൊരു കണ്ടക്ടിംഗ് ബോഡിയാണ്. ഓക്കെ, വോയിസ് കോയിൽ കാണാൻ കഴിയും. വോയിസ് കോയിലിന് AB എന്നിങ്ങനെ പറയുന്ന രണ്ട് ബിന്ദുക്കൾ, ഔട്ടർ പാർട്ടിലേക്ക് AB എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കളും നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ട് എൻഡുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്റെ സൗണ്ട് സിഗ്നലുകൾ, എന്റെ ശബ്ദ തരംഗങ്ങൾ, ഞാൻ ഇതിനു മുമ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതെന്റെ മൈക്കാണ്, ഇതിന് മുന്നിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്റെ ശബ്ദ തരംഗങ്ങൾ എവിടെ വന്ന് വീഴുന്നുണ്ട്? ഈ ഡയഫ്രത്തിന് മുകളിലായിട്ട് വന്ന് വീഴും. ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രം മുന്നിലേക്കും പിറകിലേക്കുമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് കാരണം ഞാൻ ഇവിടെ കെട്ടിയിട്ടുള്ള വോയിസ് കോയിലുകൾ, കണ്ടക്ടിങ് വോയിസ് ആണ്, ആ വോയിസ് കോയിലുകൾ എന്ത് ചെയ്യും? മുന്നോട്ടും പിറകോട്ടുമായിട്ട് മൂവ് ചെയ്യും. എവിടെയാണ് ഈ വോയിസ് കോയിലുകൾ മൂവ് ചെയ്യുന്നത്? ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലല്ലേ മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു മാഗ്നറ്റ് ഇല്ലേ, നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് ഇല്ലേ, ആ മാഗ്നറ്റിന് മുകളിലായിട്ടാണ് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. വോയിസ് കോയിൽ മുന്നിലേക്കും പിറകിലേക്കുമായിട്ട് ചലിക്കുന്നത്. അങ്ങനെ ചലിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ആദ്യത്തെ കൺസെപ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണ നടക്കത്തില്ലേ. ഇവിടെ മാഗ്നറ്റ് ഉണ്ട്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഒരു ചാലകമുണ്ട്, ഓക്കെ, ചാലകമുണ്ട്. അതിന്റെ കൂടെ ഈ ചാലകത്തിന് മൂവ്മെന്റ് ഉണ്ടോ? ചാലകത്തിന് നമ്മൾ മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കും. ഒരു വൈദ്യുതി, ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് എവിടെ ലഭിക്കും? നമ്മുടെ ഈ ചാലകമായിട്ടുള്ള ഈ വോയിസ് കോയിലിൽ ലഭിക്കും. ഓക്കെ, ആ വോയിസ് കോയിലിന്റെ എൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? AB എന്ന് പറയുന്ന പോയിന്റ് ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്, വൈദ്യുത സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഈ വൈദ്യുത സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആംപ്ലിഫയർ എന്ന് പറയും. ആംപ്ലിഫയർ എന്ന് പറയുന്നത് സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ആംപ്ലിഫൈ ചെയ്യും, വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ ആംപ്ലിഫൈ ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലുകൾ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലേക്ക് നമ്മൾ കൊടുക്കും. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? സൗണ്ട് സിഗ്നലുകൾ, ശബ്ദ സിഗ്നലുകൾ പുറത്തേക്ക് വരികയും ചെയ്യും.
ഇത്രയും മാത്രമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഇത്രയും മാത്രമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്നുള്ളതിന്റെ ബേസിക് കൺസെപ്റ്റ്, അതിന്റെ വർക്കിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.